പാതിരാവായപ്പോൾ അയാൾ തളർന്നുപോയി. അവിടുത്തെ കടകളൊന്നും രാത്രിയിൽ അടച്ചിരുന്നില്ല. വിശ്രമിച്ചിട്ട് അന്വേഷണം തുടരാമെന്ന് കച്ചവടക്കാരൻ പറഞ്ഞിട്ടും ദിവാകരൻ വഴങ്ങിയില്ല. അയാൾ ഉന്മേഷം നടിച്ച് ബന്ധുക്കളുടെ ചിത്രങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. തല കറങ്ങുന്നതുപോലെ അയാൾക്ക് തോന്നി. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു. തനിക്കാവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല എന്നയാൾ വിചാരിച്ചു തുടങ്ങി. അപ്പോഴേക്കും കടയ്ക്കുള്ളിലേക്ക് 2 കുട്ടികൾ കടന്നുവന്നു. ദിവാകരൻ ഒരു മൂലയിലേക്ക് മാറി. കുട്ടികൾ പോയി കഴിഞ്ഞ ശേഷം തിരച്ചിൽ തുടരുകയാവും ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി. പുറത്ത് തെരുവിൽ പ്രഭാതമാവുന്നത് ദിവാകരൻ കണ്ടു. കുട്ടികൾ പടങ്ങൾ നോക്കി നോക്കി അയാളുടെ അടുത്തെത്തി. ദിവാകരനെ കണ്ട് അവർ നിന്നു. അവരുടെ തിരച്ചിൽ തൻ്റെ മുൻപിൽ അവസാനിക്കുന്നു എന്ന് അയാൾ ഭയത്തോടെ അറിഞ്ഞു. കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ നിശബ്ദമായി കരയാൻ തുടങ്ങി. വിഷമിച്ചാണെങ്കിലും അയാൾ അവിടെ തന്നെ നിന്നു. കുറേ നേരത്തെ കരച്ചിലിന് ശേഷം കുട്ടികൾ കടക്കാരനോട് പറഞ്ഞു, "ഇതാ, ഈ പടമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്." ഏങ്ങലടിച്ചുകൊണ്ട് അവർ പറഞ്ഞു. കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നല്ലോ അത്.